അതുകൊണ്ടെന്തു വേണം? എന്റെയും നിങ്ങളുടെയും മനസ്സിൽ, മക്കളുടെ മനസ്സിൽ, ഭാര്യയുടെ മനസ്സിൽ, എല്ലാവരുടെയും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ അവരേക്കാൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കണം. ആരേക്കാൾ? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് എന്നേക്കാൾ പ്രണയമുണ്ടാകണം, നിനക്കു നിന്നേക്കാൾ പ്രണയമുണ്ടാകണം. അഖിലാണ്ട ലോകത്തിലുള്ള സകല ജനങ്ങൾക്കും അവരവരുടെ പൊസസീവ് പ്രേമത്തേക്കാൾ ഹബീബിനോട് പ്രേമമുണ്ടാകണം. അപ്പോഴേ ഈമാനാകൂ. അതുകൊണ്ടാണ് ഇമാം ബുഖാരി തങ്ങൾ കിതാബുൽ ഈമാനിലാണ് മഹബ്ബത്തിന്റെ ഹദീസ് കൊണ്ടുവരുന്നത്. ഒരു തവണയല്ല, പലതവണ. സഹീഹുൽ ബുഖാരിയിലെ കിതാബുൽ ഈമാനിലാണ് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി എന്ന സുപരിചിതമായ ഹദീസ് കൊണ്ടുവരുന്നത്. പ്രണയത്തിന്റെ വിശുദ്ധ വചനം കൊണ്ടുവരുന്നത് എവിടെയാണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്ന പ്രഖ്യാപനം കൊണ്ടുവരുന്നത് ഈമാനിന്റെ അധ്യായത്തിലാണ്. അതുകൊണ്ടെന്ത് വേണം? എന്റെയും നിങ്ങളുടെയും ജീവിതം നീതിപൂർവമാകണമെങ്കിൽ നബിതങ്ങളോട് പ്രണയം വേണം. അതിന്റെ ആഴം എവിടെ വരെയെന്നും അതിന്റെ ഊക്കെങ്ങോട്ടാണെന്നും വിശദീകരിക്കാൻ എനിക്ക് സമയം പോരാ. ഒന്ന് രണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. സ്വഹാബികളിൽ നിന്ന് 5 പേരെ മഹാന്മാര് പരിചയപ്പെടുത്തുന്നു. അവരഞ്ചു പേരും അവരവരുടെ കൈകൊണ്ട് അവരുടെ ഗുഹ്യസ്ഥാനം തൊടാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തേ? സാഫഹത്തുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈക്ക് ഹസ്തദാനം നൽകിയ ഈ കൈ കൊണ്ട് എന്റെ ഔറത്ത് പോലും തൊടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന ബോധത്തിലേക്ക് സ്വഹാബാക്കൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ടാൽ പടിഞ്ഞാറിന്റെ പരിഷ്കാരത്തോട് സലാം പറയാം. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, നിന്റെ വസ്ത്രം എവിടെന്നു കിട്ടിയതാണ്? അതാ ഒരു കുട്ടിക്കുപ്പായവും പഞ്ചായത്തടിച്ചു വാരുന്ന ഒരു രണ്ടും ഇടയിലൂടെ ഒരു സൂപ്പർ ഹൈവേയും എവിടുന്നാ മോനെ നിനക്ക് കിട്ടിയത്? നിനക്കത് മാറ്റിവെക്കണം. അത് പടിഞ്ഞാറിന്റെ സംസ്കാരമാണ്. പിന്നെ എനിക്കും നിനക്കുമുള്ള സംസ്കാരം എവിടുന്നാണ്? മദീനയുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസ്കാരം അതെന്താണ്? ഞെരിയാണിക്ക് മേലെയുള്ള വസ്ത്രമാണ്, പൊക്കിള് മറച്ചുകൊണ്ടുള്ള അരവസ്ത്രമാണ്, മാതൃകായോഗ്യവും സംസ്കാര സമ്പന്നവുമായ വേഷമാണ്. അറിയുമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിഹ്റാബിൽ കിടന്ന് കുത്തേറ്റിട്ട് മരണത്തോട് മല്ലടിക്കുമ്പോൾ മദീനയിലുള്ള ചെറുപ്പക്കാര് മുഴുവനും അവിടെ ഒരുമിച്ചുകൂടി. എല്ലാവരും അന്ത്യോപചാരം ദുഃഖം രേഖപ്പെടുത്തി, ദുഃഖത്തിൽ പങ്കാളികളായി അവിടുത്തെ അവസാന സന്ദർശനം നടത്തുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് ഒരു ചെറുപ്പക്കാരന്റെ വസ്ത്രത്തിലേക്ക് ഉടക്കി. അയാളുടെ വസ്ത്രം ഞെരിയാണിക്ക് താഴേക്ക് ഇറങ്ങിക്കിടക്കുന്നു. മരണശൈലിയിൽ കിടന്ന് മല്ലടിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അതാ ആ ശൈലിയിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, ഇർഫഅ സിയാബക യാ അഖീ, മോനെ, മോന്റെ വസ്ത്രം ഞെരിയാണിക്ക് മേലേക്കുയർത്തടാ. മദീന പള്ളിയിൽ ഒരുമിച്ചുകൂടിയ സഞ്ചയം മുഴുവനും പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് പറയുന്നു, ഖലീഫത്തുൽ മുഅ്മിനീൻ
യഅ്മുറു ബിൽ മഅറൂഫി വയൻഹാ അനിൽ മുൻകരി ഫീ ഹാലി സക്റതിഹി. സക്കറാത്തിന്റെ ഘട്ടത്തിലും നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യുകയാണല്ലോ നബിതങ്ങൾ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്താണ് മോനെ ഞെരിയാണിക്ക് മേലെ വസ്ത്രം നിൽക്കൽ. നിനക്ക് ഹബീബിനോട് പ്രണയമുണ്ടോ? എന്നാൽ നീ ആ പ്രണയം പാലിക്കണം. ഇന്ന് ഫുട്ബോളിന്റെയും സിനിമയുടെയും ഫാൻസിന്റെ കാലമാണ്. മഅദല്ലാഹ്. മോനെ, തുടരാനൊരു നബിയുണ്ട്, തുടരാനൊരു ചര്യയുണ്ട്, പഠിക്കാൻ പാഠമുണ്ട്, പഠിപ്പിക്കാൻ നേതാവുണ്ട്. അങ്ങനെ ഉത്തരവാദിത്വമുള്ള ഒരു മതത്തിന്റെ അനുയായികളായ നമ്മള് ഏതോ മനുഷ്യന്മാരുടെ പേക്കോലങ്ങൾക്ക് സംഘമുണ്ടാക്കിയിട്ട് അതിന്റെ അംഗങ്ങളായി ഏതൊക്കെയോ ചെകുത്താന്മാരുടെ ഫാൻസുകളായി മാറുന്നോ? എടാ, നിനക്കൊരു നബിയില്ലയോ? അതാരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹിന്റെ സുന്നത്ത് പിൻപറ്റിയിട്ട് നിനക്ക് ഈ ഫാൻസിന്റെ കീഴിൽ നിന്ന് ഒന്ന് മാറിക്കൂടെയോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങളുടെ മക്കളുടെ മനസ്സിന്റെ അടിത്തട്ടിലേക്ക് പതിപ്പിച്ചു കൊടുക്കേണ്ട നാമമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള നാമം. മദീന പള്ളിയിലേക്കൊരു കുട്ടി വരുന്നു, അൽ ഹുബ്ബുൽ മുതബാദിലിൽ ഉദ്ധരിക്കുന്നു. മദീന പള്ളിയിലേക്കൊരു കുട്ടി കരഞ്ഞുകൊണ്ടോടി വരികയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യം, എന്തിനാണ് കരയുന്നത് മോനെ? നബിയേ, എന്റെ ഉമ്മ എന്നെ വീട്ടിൽ കയറ്റിയില്ല, എന്റെ ഉമ്മ എന്നെ വീട്ടിൽ കയറ്റിയില്ല. എന്തുകൊണ്ടാണ് മോനെ വീട്ടിൽ കയറ്റാഞ്ഞത്? തങ്ങളെ വന്ന് കാണാത്തതിന്റെ പേരിൽ. എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ട് മാത്രമേ വീട്ടിലേക്ക് വരാവൂ എന്ന് നിഷ്ഠ പറഞ്ഞ സ്വഹാബി വനിത ഇന്ന് നീ റസൂലുള്ളാഹിനെ കണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഈ വീട്ടിലേക്ക് കയറേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മാക്കും മകനും വേണ്ടി ദുആ ചെയ്തു കൊടുക്കുന്നു. ആ പൊന്നുമക്കളാണ് പിൽക്കാലത്തെ ചര്യയുടെ കാവലാളുകളായി മാറിയത്. അതുകൊണ്ട് ഒന്നാമതായി എന്റെയും നിങ്ങളുടെയും മക്കളുടെ മനസ്സിലേക്ക് റസൂലുള്ളാഹിനെ പതിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, എന്റെ മകൻ എന്താകണം, എന്റെ മകൾ എന്താകണം, എന്റെ ഭാര്യ എന്താകണം, എന്റെ സഹോദരൻ എന്താകണം? നമുക്കൊക്കെ ഇന്ന് പ്ലാനുണ്ട്. എന്റെ മകനൊരു മുതലാളിയാകണം, എന്റെ മകനൊരു ഉദ്യോഗസ്ഥനാകണം, എന്റെ മകനൊരു മില്യണയർ ആകണം, എന്റെ മകനൊരു കോടിപതിയാകണം, എന്റെ മകൻ നല്ല വിദ്യാഭ്യാസമുള്ള ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, എന്റെ മകൻ പലതുമായി മാറണം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, എന്നാശിച്ചുകൊണ്ട് കൊട്ടാരം പണിയുന്നവർ. ഇല്ല ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തേക്ക് പ്രിയപ്പെട്ടവർക്ക് മുഴുവനും നൽകിയതെന്താണ്? നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കരളിന്റെ കാതലായ പൊന്നുമോള് ഫാത്തിമാക്ക് കൊടുത്തതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി ദിവസങ്ങൾ കഴിയുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് ഒരാളയക്കുന്നു. സിദ്ദീഖ് തങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തരാവകാശം ഞാൻ ആവശ്യപ്പെടുന്നില്ല. നബി തങ്ങൾ ബാക്കിയാക്കിയതിൽ നിന്ന് ബറക്കത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്നെനിക്ക് കൊടുത്തു വിടുമോ? വിനയപുരസ്സരമുള്ള ചോദ്യം. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന മറുപടി,
മോളെ ഫാത്തിമ ഔസാനി ഖലീലി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് വസിയ്യത്ത് ചെയ്തു, ഞാൻ വഫാത്താകുന്ന സമയത്ത് വല്ല സ്വത്തും ബാക്കിയുണ്ടെങ്കിൽ അത് പൊതു ഖജനാവിലേക്ക് കൊടുക്കണം, ഒന്നും എന്റെ മക്കൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് നബി തങ്ങൾ വസിയ്യത്ത് ചെയ്തു. സക്കാത്ത് പോലും എന്റെ മക്കൾക്ക് ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയമം. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുക, മോളെ, മോൾക്ക് പക്ഷേ അറിയാൻ ആഗ്രഹമുണ്ടാവും, എനിക്ക് കിട്ടിയില്ലെങ്കിലും എന്റെ വാപ്പ അനന്തരമായി എന്തൊക്കെ വെച്ചിട്ട് പോയി എന്ന്. മോളെ, ഒന്നും വെച്ചിട്ടില്ല. വദിറുഹു മർഹൂനത്തുൻ ഇൻദ യഹൂദി, അവിടുത്തെ പടയെങ്കി പോലും ഒരു ജൂതന്റെ അടുക്കൽ പണയത്തിലാണ്, ഒന്നും ബാക്കിയാക്കിയിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരിമ മകളായ ഫാത്തിമാക്ക് നബി തങ്ങൾ കൊടുത്തിട്ട് പോയതെന്താ? സ്വർഗീയ വനിതകളുടെ നേതാവെന്ന പദവിയാണ്. പഞ്ചായത്തിന്റെ അധികാരമല്ല, പാർലമെന്റിന്റെ അധികാരമല്ല, ഭരണകൂടത്തിന്റെ നിയന്ത്രണമല്ല. മോളെ, പെട്ടെന്നങ്ങ് വരണേ എന്റെ അടുക്കലേക്ക് എന്ന് വിളിച്ചിട്ട് പരലോകത്തെ സ്വർഗമാ കൊടുത്തത്. അല്ലാതെ ഫാത്തിമ ബീവിക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല. ഇന്ന് വനിതാ സമ്മേളനം നടത്തി, വനിതകൾ പ്രചരണ സമ്മേളനം നടത്തി, വനിതകൾ ചുവരെഴുതിയിട്ട് വനിതാ സമ്മേളനം നടത്തുന്ന ഇസ്ലാമികൾക്ക് ഇസ്ലാമിനോട് ബന്ധമുണ്ടോ? ഹബീബിന്റെ മതത്തോട് ബന്ധമുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോള് ഫാത്തിമാക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, വിവരമില്ലാഞ്ഞിട്ടല്ല, സൗന്ദര്യമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഇവിടത്തേതിനേക്കാൾ നല്ലത് പരലോകമാണ്. അതുകൊണ്ട് മോളങ്ങ് സ്വർഗത്തിലേക്ക് വാ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ് മഹ്ശറിലേക്ക് സ്വാഗതം ചെയ്തു. പിന്നെ നബിതങ്ങൾക്ക് ഏറ്റവും പ്രിയമുള്ള ആളാരാണ്? അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. പ്രമാണിയാണ്, പണക്കാരനാണ്, സമ്പന്നനാണ്, കോടിപതിയാണ്. പക്ഷേ ഇസ്ലാമിന്റെ കോടതിയിലേക്ക് വന്നപ്പോഴേക്കോ മദീന പള്ളിയിലെ മുതഅല്ലിമാണ്, അൻസാരിയുടെ വീട്ടിലെ ചെലവിന് പോകുന്ന മുതഅല്ലിമാണ്, പരലോകത്ത് ഷഹീദാണ്, ഉഖറവിയായ ഷഹീദാണ്. അബൂബക്കറിന് സിദ്ദീഖ് മുല്ലാ അലിയുൽ ഖാരി മിർഖാത്തിൽ രേഖപ്പെടുത്തുന്നു. ഫളായിലു അബീബക്കറിന് സിദ്ദീഖ് എന്ന അധ്യായത്തിന്റെ വ്യാഖ്യാനത്തിൽ ഉഖറവിയായ ഷഹീദാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടാമത് പ്രിയമുള്ള നേതാവാരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. ഷഹീദുൽ മിഹ്റാബ് ഉമർ ഇബ്നുൽ ഖത്താബ് നബി തങ്ങൾക്ക് പ്രണയമുള്ള അടുത്ത നേതാവിന് കൊടുത്തതും പരലോകത്തെ പദവിയാണ്. ഖിലാഫത്തിന്റെ പദവി അധികാരത്തിന്റെ പദവിയല്ല, സേവനത്തിന്റെ പദവിയാണ്. അതുകൊണ്ടാണ് ഖലീഫമാര് മുഴുവനും ലളിത ജീവിതത്തിന്റെ ആളുകളാണ്. പ്രധാനമന്ത്രിയെ പോലെയല്ല ഖലീഫ. അബ്ബാസിനെ പോലെ ഉമവിയ ഭരണാധികാരികളെ പോലെ, ഫാത്തിമിയാക്കളെ പോലെ, മുഗളന്മാരെ പോലെ, ആധുനിക പ്രധാനമന്ത്രിമാരെ പോലെ, രാജാക്കന്മാരെ പോലെയല്ല ഖലീഫമാർ. ലളിതമായ ജീവിതം, ഉത്തരവാദിത്വത്തിന്റെ ഭാരം, സമർപ്പണത്തിന്റെ ഭാണ്ഡം, ഇത് മാത്രമാണ് അവർക്കുള്ളത്. അല്ലാതെ കൊട്ടാരല്ല, അധികാരമില്ല, ഖജനാവിന്റെ വിഹിതമില്ല, പൊതുസ്വത്തിന്റെ ഭാഗമില്ല, മറ്റുള്ളവർക്കുള്ള അത്രയും പോലും പണമില്ല. അവരാണ് ഖലീഫമാർ.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രണയമുള്ള രണ്ടാമത്തെ നേതാവിനും കൊടുത്തതോ ഷഹാദത്തിന്റെ പദവി. മൂന്നാമത്തെ ആളാരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഷഹീദുൽ ഖുർആൻ, ഖുർആനിന്റെ രക്തസാക്ഷിയാണ്, രണ്ടു മക്കളുടെ ഭർത്താവാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രണയ പ്രപഞ്ചത്തിലെ നാണമുള്ള നേതാവാണ്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് കൊടുത്തതും ഷഹാദത്തിന്റെ പദവിയാണ്. ഇനി അടുത്ത നേതാവാരാണ്? അസദുല്ലാഹിൽ ഗാലിബ് അലി ഇബ്നു അബീ ത്വാലിബ്. തങ്ങൾക്കും കൊടുത്തത് രക്തസാക്ഷിത്വമാണ്. അപ്പൊ നബിതങ്ങളോട് ബന്ധപ്പെട്ടവർക്ക് മുഴുവനും കൊടുത്തത് ഖജനാവിന്റെ താക്കോലല്ല, അധികാരത്തിന്റെ ചെങ്കോലല്ല, സ്വർഗത്തിന്റെ താക്കോലാണ്. അതല്ലേ മഹാന്മാര് മുഴുവനും ശുഹദാക്കളാണ്. ഇനി നബിതങ്ങളുടെ കരളിന്റെ കഷ്ണങ്ങളായ ഹസനൈനിക്ക് കൊടുത്തതോ അതും ശുഹദാക്കളാണ്. അറിയുമോ സഹോദരങ്ങളെ, രണ്ടുപേരും ശുഹദാക്കളല്ലയോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കാനല്ല, അവർക്ക് സ്വർഗം കൊടുക്കാനാണ്. അതുകൊണ്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോന് ആധുനിക സംവിധാനമുള്ള മൊബൈൽ കൊടുക്കുന്ന വാപ്പ, നിങ്ങൾ സ്വർഗമാണോ കൊടുത്തത്, നരകത്തിന്റെ താക്കോലാണോ കൊടുത്തത്? വീട്ടിൽ നിന്ന് രാവിലെ പോയിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങി വരുന്ന അരിമ മകൾക്ക് മൾട്ടി മീഡിയ സൗകര്യമുള്ള മൊബൈൽ കൊടുക്കുന്ന വാപ്പ, നിങ്ങൾ കൊടുത്തത് സ്വർഗത്തിന്റെ താക്കോലാണോ, നരകത്തിന്റെ കവാടമാണോ? നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അവിടെയാണ് ഇസ്ലാമിന്റെ സമവാക്യങ്ങൾ നമ്മെ അധികരിക്കേണ്ടത്. ഞാൻ എന്റെ മകൾക്ക് കൊടുക്കുന്നത് അവൾക്ക് സ്വർഗമാണോ കൊടുക്കുക, നരകമാണോ വാങ്ങിക്കൊടുക്കുക? അവിടെയാണ് ഒരു രക്ഷിതാവ് ചിന്തിക്കേണ്ടത്. ഇന്ന് ആ ചിന്തയൊന്നുമില്ല. എന്റെ മോൾക്ക് അവളോടുള്ള സ്നേഹം, അവളുടെ താല്പര്യം, അവളുടെ ഇഷ്ടം, അവൾക്ക് താല്പര്യം ഇല്ല. മോക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാനല്ല അല്ലാഹു പറഞ്ഞത്, മോക്ക് സ്വർഗം കൊടുക്കാനാണ്. പൊന്നുമോൾക്ക് സ്വർഗം കൊടുക്കാനാണ് നബി തങ്ങൾ പറഞ്ഞത്. പൊന്നുമോന് സ്വർഗം കൊടുക്കാനാണ് നബി തങ്ങൾ പറഞ്ഞത്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതെന്തും അവർക്ക് സ്വർഗമാണോ നിർണയിക്കുന്നത്? എന്നാൽ നിങ്ങൾ അവർക്ക് നരകത്തിലേക്കുള്ള വഴി തുറക്കുമോ? എന്നാൽ അത് കൊടുക്കാൻ പാടില്ല. അവിടെയാണ് ആത്മീയത നമ്മ ഭരിക്കേണ്ടത്. ആധുനിക സാങ്കേതികതയുടെ അച്ചാരം പറ്റിയ അമ്മാവന്മാർ ലോകത്ത് മുഴുവൻ പടച്ചുവിടുന്നത് പ്രിയപ്പെട്ടവരെ ഉപഭോഗ സംസ്കാരമാണ്. അതുകൊണ്ടെന്താ, പണ്ടൊക്കെ മലബാറിലെ ഉണ്ടായിരുന്നുള്ളൂ പറുതയിട്ട പെണ്ണുങ്ങൾ. ഇന്നൊക്കെ എന്റെ നാട്ടിലും പറുതയിട്ട പെണ്ണുങ്ങളുണ്ട്. എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈമാൻ കൂടിയത് കൊണ്ടല്ല, പറുതയിലെ ഈമാൻ അങ്ങ് പോയത് കൊണ്ടാണ്. പറുതയിലെ ഈമാൻ പോയി. ഇന്നൊരു കറുത്ത ലോഹയിട്ടിട്ട് ശരീരത്തിന്റെ മുഴുവൻ വെടിവും പരസ്യ പ്രദർശനം നടത്തി തെരുവ് തെണ്ടുന്ന മുസ്ലിം യുവതികളുള്ള കാലം. ഓരോ വൈകുന്നേരവും തെരുവിലേക്ക് ഇറങ്ങുമ്പോ മലബാറിന്റെ മാപ്പിള മക്കളുടെ ഭാര്യമാരെ തെരുവിലൂടെ ഉലാത്തുന്ന യുഗം. ഇതെവിടേക്ക് കൊണ്ടുപോകുന്നു? സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് അവകാശമുന്നയിക്കാൻ ഒരുപാട് സംഘടനകൾ ഇസ്ലാമിന്റെ പേരിലും അല്ലാതെയും വന്നേക്കാം. എന്നാൽ ഇസ്ലാം കെട്ടിയ വേലി പൊളിച്ചിട്ട് പെണ്ണ് പുറത്തേക്കിറങ്ങിയപ്പോൾ ഇവിടെ എത്ര ജാരസന്ധതികളുണ്ടായി എന്ന് പഠിക്കാൻ ഇവിടെ കമ്മീഷനില്ല. ഓരോ മെഡിക്കൽ യൂണിറ്റുകളിലും, മെഡിക്കൽ കോളേജുകളിലും, പബ്ലിക് ഹെൽത്ത് സെന്ററുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഭ്രൂണഹത്യ എത്രയാണ് എന്ന് പഠിക്കാൻ നമുക്ക് കഴിയുന്നില്ല. തിരുവനന്തപുരത്തെ പബ്ലിക് ഹെൽത്ത് സെന്ററിൽ മാത്രം 6000 ചില്ലാനും ഭ്രൂണഹത്യ നടന്നു. ആരുടേത്? കൗമാരക്കാരായ ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികളുടേത്. റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മാത്രം അത്രയും. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത എത്രയോ കഥ
ഇവിടെയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ പിന്നാമ്പുറങ്ങളിൽ മരിച്ചു വീഴുന്ന ഭ്രൂണങ്ങൾ